കരുമാലൂർ പഞ്ചായത്തിൽ നിന്നും ഞാറ്റുവേലയോടനുബന്ധിച്ച് അഭിനവിന് പച്ചക്കറി തൈകൾ ലഭിച്ചു. തൈകൾ വീട്ടുമുറ്റത്ത് നട്ടതിന് പിന്നാലെ കോഴികളെല്ലാം കുത്തിപ്പെറുക്കി. ഇനി എന്തു ചെയ്യുമെന്ന ആലോചനയാണ് ഈ കാണുന്ന രീതിയിലേക്ക് പച്ചക്കറി തൈകൾ മാറ്റിയെടുത്തത്. പഴയ ജീൻസ് പാനുകളാണ് കൂടുതലും. മണ്ണിൽ കമ്പ് നിറച്ച പാൻസ് അതിലേക്ക് ഉറപ്പിക്കും. പിന്നെ മണ്ണ് നിറച്ച ചെടി നടും. വരിവരിയായി നിൽക്കുമ്പോൾ കാണാനും ഭംഗി. അങ്ങനെ വീട്ടിലെ പരിമിതമായ സ്ഥലത്ത് അഭിനവ് ഒരു വിപ്ലവം തന്നെ തീർത്തു. മഴ പെയ്തുള്ള വെള്ളക്കെട്ടും വീട്ടിലെ കോഴികളെയും അഭിനവിനിപ്പോൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ചെടിച്ചട്ടി മേടിക്കാൻ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ടാണ് പഴയ എൻ്റെ ഡ്രസ്സുകൾ വെച്ച് ഞാൻ ചെയ്തത്. പിന്നെ അത് കൂടാണ്ട് തന്നെ അമ്മ കുറേ കോഴികളൊക്കെ വളർത്തുന്നവരുടെ ഐറ്റങ്ങളും ചെടിച്ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കൊത്തി തിന്നും. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ പാൻറ്റിൽ നട്ടത്. കുട്ടിക്കർഷകന്റെ ആശയം കണ്ട് ഇഷ്ടപ്പെട്ടവർ സഹായവുമായി എത്തി. ചിലർ അഭിനവിനെ കണ്ട് മാതൃകയാക്കി. ഒരു സ്ഥലം അവിടെ അമ്മ പാട്ടക്കരാരനെ എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ വാഴം കോരി കപ്പയൊക്കെ നടന്നു. സ്കൂളിലും നാട്ടിലും ഒരുപോലെ താരമാണ് ഈ കൊച്ചുമിടുക്കൻ. അമ്മയാണ് എല്ലാറ്റിനും കൂട്ട്. പറഞ്ഞപ്പോൾ നല്ല കാര്യമാണ് തോന്നി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് അമ്മ എനിക്കിങ്ങനെ ജീൻസിൽ നട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുണ്ട്, ഒരു മോൻ സുഖമില്ലാണ്ടിരിക്കുകയാണല്ലോ. അപ്പം എനിക്ക് വലിയ മൈൻഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവൻ തന്നെ ഇവിടെ ചവറ് കിടപ്പുണ്ട്. ആ ചവറ് നീക്കിയിട്ട് തന്നെത്താനെ കുഴിച്ചിട്ടപ്പോൾ ഞാൻ പറഞ്ഞ് ആരെങ്കിലും കൂട്ടുകാരെ വിളിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ കൂട്ടുകാരൻ കൊച്ചു വന്ന് ഇവന് നട്ട്. അത് ചെറുപ്പം മുതൽ ഇവനുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് അറിഞ്ഞുകൂടെങ്കിൽ എവിടെ എന്ത് കണ്ടാലും കൊണ്ടുവന്ന് നട്ടു വയ്ക്കും. പിന്നെ എല്ലാവർക്കും കൊടുക്കും. ചേച്ചി ഇത് നട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. വളർന്നു വരുമ്പോൾ അത് വേറെ എന്തെങ്കിലും കാടായിരിക്കും. എന്നാലും അത് കൊണ്ടുവന്ന് നട്ട് നല്ല ഇതാണ്. മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ ഇപ്പൊ ജീൻസ് പഴയത് കൊണ്ടു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യാനുള്ള മനസ്സും ഇപ്പോൾ ഈ കൊച്ചു കർഷകനുണ്ട്. ഈ കാണുന്ന ഇത്തിരി മുറ്റത്ത് ഒത്തിരി ചെടികളൊന്നുമില്ലെങ്കിലും കയ്യിൽ വന്നെത്തിയ ചെടികളെ നല്ല രീതിയിൽ പരിപാലിക്കാൻ അഭിനവ് കാണിച്ച ശ്രമമാണ് വ്യത്യസ്തമാകുന്നത്. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഈ ജീൻസ് ഒരു ചട്ടി പോലെ നിൽക്കുന്നുണ്ട്. അതിൽ പൂത്ത് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ പൂത്ത് പടർന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു. എന്തായാലും ശ്യാമേ മിടുക്കനാണ് അല്ലേ? കൂടുതൽ കൃഷിയിലേക്കൊക്കെ ഇങ്ങനെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു പോട്ടെ അല്ലേ? ചിങ്ങമാസമാണ്. വിയർപ്പ് കൊണ്ട് മണ്ണിൽ പൊന്നുരുക്കുന്നവരുടെ ദിനം കൂടിയാണ്. ഈ ദിനത്തിലാണ് ഒരു കുട്ടി കർഷകനെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കരുമാലൂർ FMCT ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിനവ് കുണ്ടളയിലാണ് താമസിക്കുന്നത്. വീട്ടിന് മുറ്റത്താണ് ഇത്തരത്തിൽ വേറിട്ട ഒരു കൃഷി രീതി അഭിനവ് സാധ്യമാക്കിയെടുത്തത്. എന്തായാലും അഭിനവിൻ്റെ കൃഷി കാണാൻ നിരവധിയായിട്ടുള്ള ആളുകൾ പഞ്ചായത്ത് ഒന്നടങ്കമെത്തി. അതോടൊപ്പം തന്നെ സമീപത്തുള്ള സഹകരണ ബാങ്ക് അവിടെ എത്തി ഈ കുട്ടിക്കർഷകൻ്റെ ഈ കാർഷിക പ്രവൃത്തിയൊക്കെ കണ്ട് അവർക്കും ഏറെ അത്ഭുതം തോന്നി. അവർ ആ കർഷകന് വേണ്ട ചെറിയ സഹായമൊക്കെ നൽകിയിട്ടുണ്ട്. അമ്മയാണ് അഭിനവിന് കൂട്ടായിട്ടുള്ളത്, അമ്മ രേണുക. അതോടൊപ്പം തന്നെ അച്ഛൻ സുനിൽ മരപ്പണിക്കാരനാണ്. അദ്ദേഹം ആഴ്ചയിലൊക്കെയാണ് വരുന്നത്. കാരണം ജില്ലയ്ക്ക് പുറത്താണ് അദ്ദേഹം തൊഴിലിന് പോകുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന അഭിനവ് സ്വാഭാവികമായിട്ടും കൃഷിയോട് അമിതമായ താല്പര്യം പ്രകടിപ്പിക്കാൻ ഇടയായത്. വീട്ടുകാർ കൃഷിയോടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ പോലും ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു താല്പര്യമാണ് അഭിനവിനെ വേറിട്ട രീതിയിൽ വീട്ടിൽ ഒരു കൃഷിമുറ്റം ഒരുക്കിയത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നല്ല മഴയുണ്ട്. ആ മഴയത്ത് ആ വീടിന് മുന്നിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. പക്ഷേ അഭിനവിൻ്റെ കൃഷി കണ്ടപ്പോൾ നമുക്കും സന്തോഷം തോന്നി. കാരണം ആ വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ പോലും പക്ഷേ ആ കൃഷിയെ ഒന്നും ബാധിച്ചിട്ടില്ല. അങ്ങനെ വ്യത്യസ്തമായൊരു രീതി അഭിനവിന് അവിടെ അവലംബിക്കാനായി. എന്തായാലും നാട്ടുകാരുൾപ്പെടെ അഭിനവിൻ്റെ കൃഷിയെക്കുറിച്ചാണ് ഇപ്പോൾ നാട്ടിൽ പൊതുവെയുള്ള ചർച്ച. ഈ 8ാം ക്ലാസ്സുകാരൻ ഇനിയും ഈ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ വീടിനടുത്തൊരു പാടമുണ്ട്. അപ്പോൾ ആ പാടത്തെ കുറച്ച് സ്ഥലം പാട്ടത്തിനെടുത്ത് മറ്റ് കൃഷികളിലേക്ക് നന്നായി തന്നെ കൃഷി ചെയ്ത് മുന്നോട്ട് പോട്ടെ അല്ലേ?